നമസ്കാരം. ആരോപണങ്ങൾക്കൊടുവിൽ നാണം കെട്ട് രാഹുലിന്റെ പടിയിറക്കം. യുവനടി ഉയർത്തിയ ആരോപണങ്ങളിൽ നിവൃത്തികെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. രാജിക്കത്ത് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറി. വിഷയത്തിൽ ധാർമ്മികതയുടെ പുറത്താണ് രാജിവെക്കുന്നതെന്നാണ് രാഹുൽ പറയുന്നത്. അടൂരിലെ വീട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജി പ്രഖ്യാപിച്ചത്. പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരായി നിലപാടെടുക്കുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങളിൽ ന്യായീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധി സൃഷ്ടിക്കുന്നില്ല. അതുകൊണ്ട് രാജിവെക്കുകയാണ്. കുറ്റം ചെയ്തതുകൊണ്ടല്ല രാജിവെക്കുന്നതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. സർക്കാരും CPM-ഉം പ്രതിരോധത്തിലായ ഘട്ടത്തിലാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നതെന്നും തനിക്കെതിരെ ഔദ്യോഗികമായി പരാതി ഉയർന്നിട്ടില്ലെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. തനിക്കൊപ്പം നിന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കെല്ലാം നന്ദി പറയുന്നുവെന്നും രാഹുൽ വ്യക്തമാക്കി. അടൂരിലെ വീട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഉച്ചയ്ക്ക് 1:30 രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കുന്നത് അറിയിച്ചത്. എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട്. നാളെയും ആ സൗഹൃദം തുടരുമെന്നാണ് കരുതുന്നത്. മലയാള സിനിമയിലെ ഒരു നടി എന്റെ പേര് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തിനും ഭരണഘടനയ്ക്കും എതിരായി ഒന്നും ചെയ്തിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഈ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിൽ വിശ്വാസമുണ്ട്. ആരും എനിക്കെതിരെ പരാതി നൽകിയിട്ടില്ല. പരാതി വന്നാൽ അതിന് ഞാൻ മറുപടി നൽകും. ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചു എന്നൊരു പരാതി ഏതെങ്കിലും വ്യക്തി എനിക്കെതിരെ നൽകിയിട്ടില്ല. അങ്ങനെ ഒരു പരാതി വന്നാൽ മറുപടി നൽകാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. ഇന്നത്തെ കാലത്ത് ഒരു ഓഡിയോ സന്ദേശം ഉണ്ടാക്കാൻ പ്രയാസമില്ല. മാധ്യമങ്ങൾ പരാതിയില്ലാത്ത ഗർഭചിത്രത്തെക്കുറിച്ച് പറയുന്നു. ഈ നാട്ടിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ തനിക്കെതിരെ പരാതിയുണ്ടോ? സർക്കാരിലെ അന്ധചിത്രം മറക്കാനാണ് ശ്രമം. താൻ എവിടെയും പോയിട്ടില്ല, സ്വന്തം വീട്ടിൽ തന്നെയുണ്ടെന്നും രാഹുൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ AICCക്ക് നൽകിയ പരാതികളും ഇപ്പോൾ പുറത്തു വന്ന വെളിപ്പെടുത്തലുകളും കണക്കിലെടുത്താണ് കടുത്ത നടപടികളിലേക്ക് രാഹുലിന്റെ രാജി ഹൈക്കമാൻഡ് ചോദിച്ചു വാങ്ങിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അദ്ദേഹം മറുപടി പറയണമെന്ന് പാർട്ടിയിൽ ആവശ്യമുയർന്നിരുന്നു. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു. അന്വേഷണ വിധേയമായി രാഹുലിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു. പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും ആരോപിച്ച നടി റിനി ആൻഡ് ജോർജാണ് ബുധനാഴ്ച വെളിപ്പെടുത്തൽ നടത്തിയത്. ആരുടെയും പേര് പറയാതെയായിരുന്നു ആരോപണങ്ങളെങ്കിലും പാർട്ടി ഗ്രൂപ്പുകളിൽ രാഹുലിന്റെ പേര് പരാമർശിച്ച് തന്നെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നത്. ഒരു പ്രവാസി എഴുത്തുകാരിയും രാഹുലിന്റെ പേര് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചതോടെ രാഹുൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി. ആരോപണങ്ങൾക്ക് രാഹുൽ മറുപടി പറയണമെന്നും തെറ്റായ ആരോപണമാണ് ഉന്നയിച്ചതെങ്കിൽ ഉന്നയിച്ചവർക്കെതിരെ കേസ് കൊടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി RV സ്നേഹ പ്രതികരിച്ചിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധവും കടുപ്പിച്ചിരുന്നു. പത്തനംതിട്ടയിലെ രാഹുലിന്റെ വീട്ടിലേക്ക് DYFI പ്രതിഷേധം സംഘടിപ്പിച്ചു. വീട്ടിലേക്ക് തള്ളിക്കയറിയാണ് പ്രതിഷേധം നടത്തിയത്. വയനാട്ടിലും പാലക്കാടും പ്രതിഷേധ മാർച്ചുകൾ നടന്നു. MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മഹിളാ മോർച്ച പ്രവർത്തകർ പാലക്കാട് മാർച്ച് നടത്തി. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. താരപരിവേഷത്തിന്റെ പാരമ്യത്തിൽ നിന്ന് ഒറ്റപ്പെടലിന്റെ അനാഥത്വത്തിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് യൂത്ത് കോൺഗ്രസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണുപോയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കും പാലക്കാട് MLA സ്ഥാനത്തേക്കും എല്ലാം കൈപിടിച്ചുയർത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടി കൈവിട്ടതോടെ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇരുട്ടിലാണ്. VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ രാഹുലിനെ തള്ളിയാണ് രംഗത്തെത്തിയത്. എന്നാൽ ഹൈക്കമാൻഡോ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആരും തന്നോട് രാജി ആവശ്യപ്പെട്ടില്ലെന്ന് വിശദീകരിച്ച രാഹുൽ വാർത്താ സമ്മേളനത്തിനൊടുവിൽ നാടകീയമായി രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. രാഹുലിനെതിരെ നേരത്തെ AICCക്ക് പരാതി ലഭിച്ചിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വത്തോട് നടപടിയെടുക്കാനാണ് AICC ആവശ്യപ്പെട്ടത്.